നമ്മൾ ഇത് ഘട്ടം ഘട്ടമായി നമ്മൾ ഗ്രാജുവൽ ഇത് ഡെവലപ്പ് ചെയ്ത് വരുമല്ലേ. അങ്ങനെ പ്രത്യേകിച്ച് തയ്യാറെടുപ്പൊന്നും വേണ്ട, നമുക്ക് നേരെ നിരാഹാരത്തിലേക്ക് പോകാൻ പറ്റും. ചേച്ചി, ആരോഗ്യമന്ത്രി ഡൽഹിയിലേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ പ്രതീക്ഷയുണ്ടോ? ഇനിയിപ്പോൾ ഇന്നലത്തെ ചർച്ചയിൽ നിരാശയായിരുന്നു ഫലം, പക്ഷേ എങ്ങനെയാണ് മുന്നോട്ടുള്ളൊരു? ആരോഗ്യമന്ത്രി ഡൽഹിയിൽ പോയത് നമ്മുടെ ഇൻസെന്റീവ് കൂട്ടി വാങ്ങിച്ചുകൊണ്ട് വരാനാണല്ലോ. എന്തായാലും അത് കൂട്ടി വാങ്ങിക്കാൻ അവിടെ ചെന്ന് ചോദിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം ഞങ്ങൾ സമരത്തിലൂടെ സൃഷ്ടിച്ചെടുത്തിട്ടുണ്ട്. കേരളത്തിൽ നടന്ന സമരമാണല്ലോ കേന്ദ്രത്തിലെത്തുകയും കേന്ദ്ര ആരോഗ്യമന്ത്രി JP നദ്ദ നമ്മുടെ ഇൻസെന്റീവ് വർദ്ധിപ്പിക്കുമെന്നും പറഞ്ഞത്. അപ്പോൾ അതിനുള്ള ഒരു സാഹചര്യം ഞങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ ഓണറേറിയം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഡൽഹി പോയി ധനമന്ത്രിയുടെ അനുമതി വാങ്ങിക്കണോ എന്നുള്ളത് ഞങ്ങൾക്ക് അറിയത്തില്ല. എന്തായാലും അങ്ങനെ ഒരു കൺഫ്യൂഷൻ നമ്മുടെ മിനിസ്റ്റർക്ക് ഉണ്ടെങ്കിൽ അത് തീർത്തിട്ട് പോകണം. കാരണം സംസ്ഥാനമാണ് ഓണറേറിയം തരുന്നത്. അത് വർദ്ധിപ്പിക്കുന്നതിന് കേന്ദ്രത്തിന് അനുമതി വേണോ വേണ്ടോ എന്നുള്ളത് ഞങ്ങൾക്കറിയത്തില്ല. വേണമെന്നുണ്ടെങ്കിൽ വാങ്ങിച്ചോട്ടെ. ഒരു നിരാഹാര സമരത്തിലേക്ക് കടക്കുന്നതിന് തൊട്ടു മുന്നെയാണ് നിങ്ങളെ ചർച്ചയ്ക്ക് വിളിക്കുന്നത്. അപ്പോൾ ഇവർ ഈ സമരത്തെ പേടിച്ചു തുടങ്ങി എന്നുള്ളതാണോ മനസ്സിലാക്കുന്നത്? ഇല്ല, സമരത്തെ സമരം അങ്ങനെ നിസ്സാരമായി പോകുന്ന സമരമല്ലെന്ന് തുടക്കത്തിൽ തന്നെ അവർക്ക് മനസ്സിലായിട്ടുണ്ടല്ലോ. മന്ത്രിസഭയ്ക്ക് മനസ്സിലായിട്ടുണ്ടല്ലോ, സർക്കാരിന് മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ആരെയും പേടിപ്പിക്കാനൊന്നും ഉദ്ദേശിക്കുന്നില്ല. ഇത് ഒരു ജനാധിപത്യപരമായ രീതിയിൽ സമരം നടത്തുന്നു. ജനാധിപത്യപരമായ രീതിയിൽ തന്നെ പരിഹരിക്കണം എന്നുള്ളതാണ് ഞങ്ങളുടെ അഭിപ്രായം.